നമസ്കാരം. മമ്മൂട്ടി കമ്പനി എന്ന പ്രൊഡക്ഷൻ കമ്പനി, ആ പേരിലൊരു ഗെത്ത് ഇருக்கு. ആ പേര് കണ്ടാൽ നമുക്കൊരു മിനിമം ഗ്യാരണ്ടി തോന്നും. അത് തന്നെയാണ് ഡൊമിനിക് ആൻഡ് ദ പേഴ്സൺ എന്ന സിനിമ കണ്ടിറങ്ങിയതിനു ശേഷവും തോന്നിയത്. ആ മമ്മൂട്ടി കമ്പനി ഒരു സിനിമ നിർമ്മിക്കുകയാണെങ്കിൽ അത് വർത്തായിരിക്കും. ഡൊമിനിക് ആൻഡ് ദ പേഴ്സൺ എന്ന സിനിമ ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്ത മമ്മൂട്ടി നായകനായി എത്തുമ്പോൾ ഒരുപാട് വലിയ പ്രതീക്ഷകളോ ഹൈപ്പൊന്നും ഇല്ലായിരുന്നു. കാരണം ട്രെയിലർ കാണുമ്പോഴും ടീസർ കാണുമ്പോഴും കുഞ്ഞു സിനിമയായിട്ടാണ് ഫീൽ ചെയ്തത്. പക്ഷേ പുറമേന്നേ കുഞ്ഞുള്ളൂ, സിനിമ അകത്ത് കയറി കാണുമ്പോൾ ഉണ്ടാകുന്ന ആ സ്ക്രിപ്റ്റിൻ്റെ ക്വാളിറ്റി, ആ സ്ക്രിപ്റ്റ്, സ്ക്രീൻ പ്ലേ എന്ത് അതിഗംഭീരമായ സ്ക്രിപ്റ്റാണ് ഈ സിനിമയിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. നിസ്സംശയം പറയാൻ പറ്റും, അടുത്ത കാലത്ത് ഇറങ്ങിയതിൽ വെച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമകളിലെ ഏറ്റവും നല്ല സസ്പെൻസ് എലമെൻ്റ് ഉള്ള, ത്രില്ലിംഗ് എലമെൻറ്റ്സ് നിറഞ്ഞ ഒരു സിനിമയായി ഡൊമിനിക് ആൻഡ് ദ പേഴ്സൺ നിസ്സംശയം പറയാൻ സാധിക്കും. ഈ സിനിമ, ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം. കാരണം ഈ സിനിമ വളരെ ഫാസ്റ്റായിട്ട് പോകുന്നൊരു സിനിമയല്ല. ഈ സിനിമയ്ക്ക് ഒരുപാട് ചെറിയ എലമെൻറ്റ്സിൽ നിന്ന് തുടങ്ങി സ്ക്രിപ്റ്റ് വർക്ക് ചെയ്ത് അത് ഡെവലപ്പായി അതൊരു വലിയ രീതിയിലേക്ക് മാറുന്ന ഒരു സ്ക്രീൻ പ്ലേ ആണ്. അതിൻ്റെ ഒരു ബ്യൂട്ടി, നമ്മൾ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് തുടങ്ങുമ്പോൾ തന്നെ ലൈറ്റ് ഹ്യൂമറിൽ തുടങ്ങി മമ്മൂക്കെ ഒന്ന് അഴിഞ്ഞാടാൻ ഗൗതം മേനോൻ വിടുന്ന ഒരു സ്പേസ് ഉണ്ട്. തുടക്കത്തിലൊരു 15-20 മിനിറ്റ് മമ്മൂക്ക അത് അഴിഞ്ഞാടി കാണുമ്പോൾ ഉണ്ടല്ലോ, നമ്മളങ്ങനെ കുറച്ച് നാളുകളായി മമ്മൂക്കയിൽ നിന്നും മിസ് ചെയ്യുന്ന ഒരു ഹ്യൂമർ അഴിഞ്ഞാട്ടമുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ തുറുപ്പുകുലാനോ അല്ലെങ്കിൽ പണ്ടത്തെ ജോണി ആൻ്റണി സിനിമകളിൽ അല്ലെങ്കിൽ അതിനുശേഷം വന്ന സിനിമകളിലും പോലും അങ്ങനെ ഒരു ഹ്യൂമർ അഴിഞ്ഞാട്ടം മമ്മൂക്കയിൽ നിന്ന് കണ്ടത് കുറച്ച് നാളായി കണ്ടിട്ട്. അപ്പോൾ അത് ഇതിൽ കണ്ടപ്പോൾ, ഡൊമിനിക്കിൽ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഉള്ളിൽ നിറഞ്ഞൊരു സന്തോഷം തോന്നി. ആ സന്തോഷത്തിൽ നിന്ന് അങ്ങനെ ഒരു ചെറിയൊരു ലൈറ്റ് ഇൻവെസ്റ്റിഗേഷനിൽ നിന്ന് പോയി ഡൊമിനിക്കിനെ ചുറ്റിപ്പറ്റി ഡൊമിനിക്കിൻ്റെ കഥാപരിസരം വളരെ ലൈറ്റായി വളരെ ഹ്യൂമറിസ്റ്റിക്കായി സംസാരിക്കുന്ന ഗൗതം മേനോൻ പിന്നീട് ഒരു ഷിഫ്റ്റ് നടത്തുന്നുണ്ട്. ആ ഷിഫ്റ്റിൽ ക്യാരക്ടേഴ്സ് മാറുന്നുണ്ട്, അവരുടെ ലെയേഴ്സ് മാറുന്നുണ്ട്, ആ സ്ക്രീൻ പ്ലേയുടെ ഭംഗി മാറുന്നുണ്ട്. ഇതെല്ലാം കൊണ്ടാണ് ഡൊമിനിക് എനിക്ക് ഇഷ്ടപ്പെട്ടതായി ഞാൻ അറിയിക്കുന്നത്. കാരണം സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഒരു പക്കാ ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ മോഡിലേക്ക് സിനിമ മാറുന്നുണ്ട്. ആൻഡ് അത് വളരെ സ്ലോ ആയിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ലോ, ഭയങ്കര ഇഴച്ച് അങ്ങനെ പോകുന്നതല്ല. ഓരോ കാര്യങ്ങൾ ഇട്ടിട്ട് ഓരോ എലമെൻറ്റ്സ് ആഡ് ചെയ്ത് ഓരോ ക്യാരക്ടേഴ്സിനെ പ്ലേസ് ചെയ്ത് നമുക്ക് ആ ജേർണി ത്രൂ ഔട്ട് വളരെ ഇൻട്രിഗിങ് ആയി വളരെ കൺവിൻസിങ് ആയിട്ട് ഈ സിനിമ മാറ്റുന്നുണ്ട്. ആൻഡ് ഇതെ കൊണ്ടെത്തിക്കുന്ന ഒരു സസ്പെൻസ് മൊമെൻ്റ് ഉണ്ട്. സത്യം പറയുകയാണെങ്കിൽ ലാസ്റ്റ് 20 മിനിറ്റ്സ് എഡ്ജ് ഓഫ് ദ സീറ്റ് ആയിരുന്നു. എഡ്ജ് ഓഫ് ദ സീറ്റിൽ ഇത് എങ്ങനെയാണിത് പോകുന്നത്, ഇത് എങ്ങോട്ടാണിത് അവരെൻ്റെ ഏൽപ്പിക്കുന്നത് എന്നുള്ള തരത്തിൽ ഞെട്ടിക്കുന്ന രീതിയിലായിട്ടായിരുന്നു ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേ അവസാനിച്ചത്. എപ്പോഴും ഞാൻ ആവർത്തിക്കുന്നൊരു കാര്യമുണ്ട്, ഈ സിനിമയുടെ ഏറ്റവും ഏത് സിനിമയുടെയും ഒരു പ്രധാനപ്പെട്ട 3 ക്വാളിറ്റി ഉണ്ടെങ്കിൽ അത് ഇതാണ്. 1 സ്ക്രിപ്റ്റ്, 2 സ്ക്രിപ്റ്റ്, 3 സ്ക്രിപ്റ്റ്. ആ സ്ക്രിപ്റ്റ് എത്ര ഗംഭീരമാണോ അതിനനുസരിച്ച് ആ സിനിമ അത്രമേൽ ഗംഭീരമാകും എന്നുള്ളതാണ്. ഡൊമിനിക് ആൻഡ് ദ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നതും ഏറ്റവും കൂടുതൽ കയ്യടി നേടാൻ പോകുന്നതും വരും ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ സംസാര വിഷയമാകാൻ പോകുന്നതും ഇതിലെ സസ്പെൻസ് എലമെൻറ്റ്സ് ആയിരിക്കാം, ഇതിൻ്റെ ത്രില്ലിംഗ് മൊമെൻറ്റ്സ് ആണ് എന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കും. ആൻഡ് പെർഫോമൻസസ് വൈസിൽ വരികയാണെങ്കിൽ മമ്മൂക്ക ആസ് ഓൾവേസ് നമുക്ക് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. എപ്പോഴും മമ്മൂട്ടി ഞെട്ടിക്കുകയാണെന്ന് പറഞ്ഞ് നമുക്ക് തന്നെ വല്ലാണ്ടായി. അപ്പോൾ മമ്മൂട്ടി ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയിൽ അദ്ദേഹം നിർമ്മിക്കുന്ന സിനിമകളായാലും അല്ലാത്ത സിനിമകളായപ്പോലും മമ്മൂട്ടി ഞെട്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിന് പ്രായ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ അദ്ദേഹത്തിന് 73 74 ഏത് പ്രായമായാൽ അദ്ദേഹം ഞെട്ടിച്ചുകൊണ്ടേയിരിക്കും. അത് നിസ്സംശയം പറയാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ കഥാപാത്രത്തിലേക്ക് തന്നെ അദ്ദേഹം മാറുന്നത്. ഡൊമിനിക്കായി അദ്ദേഹം അങ്ങ് നിറഞ്ഞാടുകയാണെന്ന് പറയത്തില്ല, അതുപോലെ അദ്ദേഹം ത്രൂ ഔട്ട് നിറഞ്ഞാടിയിട്ടുണ്ട് ഈ സിനിമയിൽ. ഗോകുൽ സുരേഷും അദ്ദേഹത്തിൻ്റെ ത്രൂ ഔട്ട് ക്യാരക്ടറാണ്. ഗോകുൽ സുരേഷ് മമ്മൂട്ടിയുടെ അസിസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ആ ഒരു ക്യാരക്ടറൈസേഷൻ ഗോകുലും അത്യാവശ്യം നല്ല രീതിയിൽ ഗംഭീരമാക്കിയിട്ടുണ്ട്. അങ്ങനെ പെർഫോമൻസിൽ ഉറ്റുനോക്കുന്നത് ഇവർ രണ്ടുപേരും ആണെങ്കിൽ പോലും ചില പെർഫോമൻസുകൾ അതിഗംഭീരമായി മാറുന്ന പെർഫോമൻസുകൾ നിങ്ങൾക്ക് സിനിമയിൽ നിന്നും കാണാൻ പറ്റും. അത് നിങ്ങൾ സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കുക. ഞാൻ ഒരു തരത്തിലുമുള്ള സസ്പെൻസോ സ്പോയിലേഴ്സോ ഇവിടെ ബ്രേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഗൗതം മേനോൻ മലയാളത്തിൽ ആദ്യമായി ഒരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ എന്തുകൊണ്ട്, ഞാൻ ട്രെയിലർ കണ്ടുകൊണ്ടിരുന്നപ്പോഴോ പാട്ടുകൾ കണ്ടുകൊണ്ടിരുന്നപ്പോഴാലും എന്തുകൊണ്ട് മമ്മൂട്ടിയെ വെച്ചൊരു സിനിമ വളരെ ലൈറ്റായിട്ട് വളരെ ഹ്യൂമറിസ്റ്റിക്കായി, കാരണം ട്രെയിലറൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഫസ്റ്റ് ടീസർ കാണുമ്പോൾ മനസ്സിലാകുന്നൊരു കാര്യം ഹ്യൂമറിസ്റ്റിക് ആയിട്ടാണല്ലോ പോകുന്നത്. വൈ ഗൗതം മേനോൻ എന്തുകൊണ്ട് ചെയ്തു? പക്ഷേ അതിനൊരു ഉത്തരം ഈ സിനിമ തന്നിട്ടുണ്ട്. ഗൗതം മേനോൻ്റെ പഴയ സിനിമകളുമായി ഒന്നും തന്നെ ഒരു താരതമ്യം വരാത്ത രീതിയിൽ ഒരു പുതിയൊരു യുണീക്ക് സംഭവം അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ക്രീൻ പ്ലേ പറ്റി പറയുമ്പോൾ അത് സൃഷ്ടിച്ചയായ 2 പേര്, നീരജ് രാജൻ ആൻഡ് സൂരജ് രാജൻ, അതിഗംഭീര സ്ക്രീൻ പ്ലേ അലോങ് വിത്ത് ഗൗതം വാസുദേവ് മേനോൻ. അടിപൊളിയായിട്ട് നമുക്കത് വളരെ രസകരമായ സ്ക്രീൻ പ്ലേ. നമ്മൾ ഈ ഷെർലോക്ക് ഹോംസിനെയൊക്കെ പറ്റി പറയുമ്പോൾ പോലും പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യങ്ങൾ, അതിൻ്റെ ഒരു ഡീറ്റെയിലിങ്സ്, മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഉള്ളത് പറയുമ്പോൾ നമുക്കതിലൊരു പുതുമ തോന്നുന്നില്ല സ്വാഭാവികമായും. പക്ഷേ നമുക്ക് അത് ഡെലിവർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അത് കൊണ്ടുവരുമ്പോഴേക്കും ഒരു യുണീക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അത്
ക്ലൈമാക്സിൽ അവസാനം വരെ അതിനകത്തുള്ള ആ ഒരു എലമെൻറ്റ് അവർ ഫുൾ ഓഫ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അത് അതിഗംഭീരമായി വർക്കൗട്ട് ആയിട്ടുമുണ്ട് തിയേറ്റേഴ്സിൽ ഉൾപ്പെടെ. ആൻഡ് ഈ സിനിമയിൽ ഈ ഡയലോഗ്സിൻ്റെ കാര്യം പറയുമ്പോൾ, നമ്മൾ സ്ക്രീൻ പ്ലേയോടൊപ്പം തന്നെ ഡയലോഗ്സിൻ്റെ കാര്യം പറയുമ്പോൾ പോലും ഇതിൽ GVMനെ ട്രോളുന്ന ഡയലോഗ്സ് ഉണ്ട്, മമ്മൂക്കനെ ട്രോളുന്ന ഡയലോഗുണ്ട്, ഗോകുൽ സുരേഷ് ഗോപിയെ ട്രോളുന്ന ഡയലോഗുകളുണ്ട്. അതെല്ലാം ഫൺ മൊമെൻറ്റ്സ് ആയിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് അതൊന്നും ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തതാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, ആ സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു ഡയലോഗ് ആപ്റ്റാണ്, അല്ലാതെ ആ ഡയലോഗ് പറയിക്കാൻ വേണ്ടി എന്നുള്ളതല്ല. ആ സിറ്റുവേഷനിൽ ഈ ഡയലോഗ് ആപ്റ്റാണ് എന്ന് തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ, ആ വ്യത്യാസത്തിൽ കറക്റ്റ് മീറ്ററിൽ പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഈ സിനിമയിലുടനീളം അതിനകത്തുള്ള ഹ്യൂമർ എലമെൻറ്റ്സ് ഒക്കെ പറയുമ്പോൾ പോലും ഫസ്റ്റ് ഹാഫിൽ ഉണ്ടാകുന്ന ഹ്യൂമർ എലമെൻറ്റ്സിലൊക്കെ തന്നെ അത് വളരെ വൈറ്റലായിട്ടുള്ള പല ഡയലോഗ്സും ആണ് എന്നുള്ളത് എടുത്ത് സൂചിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. ആൻഡ് ഈ സിനിമയുടെ പോക്ക് അനുസരിച്ച് ഇപ്പോൾ ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്ന ഡർബുക്ക ശിവയാണ്. അദ്ദേഹത്തിൻ്റെ പല മൊമെൻറ്റ്സും ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള പല മൊമെൻറ്റ്സ് ഈ സിനിമയിൽ ഇതിനകത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ സിനിമയുടെ ടോട്ടാലിറ്റിയിൽ ഞാൻ പറയുന്നതാണ് 2025 വരുമ്പോഴേക്കും മമ്മൂക്ക തുടക്കം വെച്ചിരിക്കുന്നത് ഒരു നല്ല ഇൻവെസ്റ്റിഗേഷൻ സസ്പെൻസ് ത്രില്ലർ സിനിമയിലേക്കാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. അപ്പോൾ വലിയ ഹൈപ്പൊന്നും ഇല്ലാതെ സിനിമ തിയേറ്ററിലേക്ക് വരുമ്പോൾ, വലിയ ഹൈപ്പൊന്നും ഇല്ലാതെ നിങ്ങൾ പോയി കാണാൻ ശ്രമിക്കുന്നതാണെങ്കിൽ അക്ഷരാർത്ഥത്തിൽ നിങ്ങൾക്ക് ഞെട്ടാൻ പറ്റുന്ന രീതിയിലേക്ക് സിനിമയുടെ അവസാനം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് അത് തിയേറ്ററിൽ നിന്ന് കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. ഞാൻ ഓവർ ഹൈപ്പ് കൊടുക്കുകയാണെന്നൊന്നും വിചാരിക്കേണ്ട. അങ്ങനെ ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ഹൈപ്പായിട്ട് പോവുകയും വേണ്ട. ഹൈപ്പ് താഴ്ത്തി വെച്ചുകൊണ്ട് നിങ്ങൾക്കൊരു ഗൗതം മേനോൻ സിനിമ അല്ലെങ്കിൽ ഒരു മമ്മൂട്ടി ഗൗതം മേനോൻ ഒരുമിക്കുന്ന ഒരു സിനിമ എന്തായിരിക്കും അതിനകത്ത് എലമെൻറ്റ്സ് എന്നുള്ള മൊമെൻറ്റ്സിൽ നിന്ന് നിങ്ങൾ പോവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. സോ സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. സിനിമയിൽ ഞാൻ പറഞ്ഞതിന് എതിരഭിപ്രായമാണെങ്കിൽ അതും രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്.